അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നു. അതിലെ ഒന്നാമത്തെ നോട്ട് എടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ സുവോളജിയിലെ മൂന്നാമത്തെ പാഠമാണത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അപ്പം നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ശരീരം എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, യൂണിസെല്ലുലാർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതൊരു ജീവിയായാലും ആ ജീവിയുടെ ശരീരത്തിൽ പ്രധാനമായും കാണുന്ന സെൽസാണ്, അല്ലെങ്കിൽ ജീവനുള്ള ഉയർന്നതര ജീവികൾ. ഒരു സെല്ല് മുതൽ നിരവധി സെല്ലുകൾ വരെയുള്ള ധാരാളം ജീവികളെ നമുക്ക് ചുറ്റുവട്ടം കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെയുള്ള ജീവികളിൽ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ജീവികളിൽ പലതരം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. സെല്ലുലാർ ലെവലുണ്ട്, ടിഷ്യൂ ലെവലുണ്ട്, ഓർഗാൻ ലെവലുണ്ട്, ഓർഗാൻ സിസ്റ്റം ലെവലുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് സെൽസാണ്. ഏതൊരു ജീവിയുടെയും അടിസ്ഥാന ഘടകമാണ് സെൽസ് എന്ന് പറയുന്നത്. ആ സെൽസ് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടിഷ്യൂ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഓർഗനുകൾ ഉണ്ടാവുന്നത്. ഓർഗനുകൾ ഗ്രൂപ്പ് ചെയ്താണ് ഓർഗാൻ സിസ്റ്റംസ് ഉണ്ടാവുന്നത്. ഓർഗാൻ സിസ്റ്റംസിൻ്റെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ക്രമമായ അടുക്കലാണ്, അല്ലെ, അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു ജീവിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രമമായിട്ടാണ്. സെൽസ്, അവ ചേർന്ന് ടിഷ്യൂസ് ചേർന്ന് ഓർഗാൻ ചേർന്ന് ഓർഗാൻ സിസ്റ്റംസ്, ആ ഓർഗാൻ സിസ്റ്റംസ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഓർഗാനിസം. അപ്പം നമ്മൾ ഇപ്പം ഒരു ജീവിയുടെ ശരീരം ഒരു നിർജീവ വസ്തു നമ്മൾ നിർമ്മിക്കുന്നതുമായി താരതമ്യം, നമ്മളിപ്പോൾ ഒരു വസ്തു ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു നിർജീവമായ ഒരു വസ്തു നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൽ നമ്മൾ നിരവധി ഘടകങ്ങൾ ചിലപ്പോൾ കൂട്ടി യോജിപ്പിക്കുന്നുണ്ടാവും. പല ഘടകങ്ങൾ പല രീതിയിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മളൊരു വസ്തു നിർമ്മിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരു വാതിൽ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ പലതരത്തിൽ തടിയുടെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇരുമ്പോ എന്തായിക്കോട്ടെ നമ്മളത് മുറിച്ച് ഒരേ ഷേപ്പിലാക്കി നിശ്ചിത വലിപ്പത്തിലുള്ള ഒരു വസ്തു ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വസ്തു ഉണ്ടാക്കുന്ന സമയത്ത് അതിനോട് അനുബന്ധമായി നമ്മളതിൽ പലതരത്തിലുള്ള നമ്മൾ ചിലപ്പം ദ്വാരങ്ങളിട്ട് അവ തമ്മിൽ യോജിപ്പിക്കുന്നു, ആണികൾ ഉപയോഗിച്ച് അത് കൂട്ടി യോജിപ്പിക്കുന്നു. ഇങ്ങനെ പല പ്രവർത്തികൾ നമ്മളതിൽ ചെയ്യുന്നുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിക്കും അതിൻ്റെ രൂപഭംഗിക്കും അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സെല്ലുകൾ ചേർന്ന് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ടിഷ്യൂവും ഓർഗൻ സിസ്റ്റംസും എല്ലാം രൂപം കൊള്ളുന്നത്. അപ്പോൾ അതിന് എപ്പോഴും ഒരു ക്രമമായ അടുക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആനിമൽസിനെ പരിശോധിച്ചാൽ എല്ലാ ജീവികളിലും ഈ ക്രമീകരണം ഒരുപോലെ തന്നെയാണ് നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് സെൽസിൻ്റെ ഗ്രൂപ്പിങ്ങോ അവ ചേർന്നുണ്ടാവുന്ന ഫങ്ഷൻസും ഒക്കെ നടക്കുന്നത് ഒരേപോലെയാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഹയർ ലെവൽ ഓഫ് ജീവജാലങ്ങളിൽ തന്നെ കാണുന്ന ടിഷ്യൂ ഓർഗനൈസേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഓർഗൻ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സെൽസ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പഠിക്കും. സെൽസിൻ്റെ വിവിധമായ ഘടനയും എന്താണ് സെല്ലിനകത്ത് എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് ബോട്ടണിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് പിന്നീട് വരും. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോട്ടണിയിലും ഇതുപോലത്തെ ചാപ്റ്റർ ഉണ്ട്. പ്ലാന്റ്സിൻ്റെ ബോഡി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചർ ഓർഗനൈസേഷൻ പ്ലാന്റ്സ് ഉണ്ട്, ചിലപ്പോൾ ടീച്ചർ തുടങ്ങിയിട്ടുണ്ടാവും. ഇത് നമ്മൾ സ്ട്രക്ചർ ഓർഗനൈസേഷൻ ആനിമൽസിനെ നമ്മൾ അതേപോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഓർത്തിരിക്കുക, ബേസിക് യൂണിറ്റ് ഓഫ് ബോഡി എന്ന് പറയുന്ന സെൽസാണ്. അത് നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിലെല്ലാം തന്നെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിഷ്യൂസ് മുതലാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. ആനിമൽ ടിഷ്യൂസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ ഓർക്കുക, ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസാണ്, ഒരു കൂട്ടം സെല്ലുകളാണ്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് എലോങ് വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസസ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസസ് പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, ഒരു കൂട്ടം സെല്ലുകളാണ്. അതിനകത്ത് ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസസ്, സെല്ലുകളുടെ ഇടയിൽ വരുന്ന സബ്സ്റ്റൻസുകളും അതിന് ഒരു സ്പെസിഫിക് ഫംഗ്ഷനും ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം പോറിഫറൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, പക്ഷേ എന്താ പറയുക, അഗ്രിഗേറ്റ്സ് ഓഫ് സെൽസ് ആണത്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു ബഞ്ച് ഓഫ് സെൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്ന് പറയുന്നത് എന്താ, ഒരു മുന്തിരിയിലെ ഞാൻ പറഞ്ഞായിരുന്നു മുന്തിരിക്കുല പോലെയുള്ള സെല്ലുകളാണ്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത, അപ്പോൾ തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ഒരു ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നില്ല. പകരം സെല്ലുകൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ സെൽസ് ആണ്. ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ നമ്മൾ ഒരു പ്രത്യേക ഫംഗ്ഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി അവയെല്ലാം കൂടെ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസസ് പെർഫോമിങ് എ സ്പെസിഫിക് ഫംഗ്ഷൻ. അതാണ് നമ്മൾ ടിഷ്യൂവിൻ്റെ ഡെഫിനിഷനായിട്ട് ഓർത്തിരിക്കുന്നത്. ഇനി ടിഷ്യൂസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. 4 തരം ടിഷ്യൂസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആനിമൽ ടിഷ്യൂസ് പ്രധാനമായും 4 തരത്തിലാണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് പഠിക്കുന്നത്. മുൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ 4 തരം ടിഷ്യൂസ് പറയുന്നത്, ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ, മറ്റൊന്ന് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തത് മസ്കുലാർ ടിഷ്യൂ, നാലാമത്തത് ന്യൂറൽ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ. ഇങ്ങനെ 4 തരം ടിഷ്യൂസാണ് നമുക്ക് ആനിമൽസിൽ കാണാൻ പറ്റുന്നത്. എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കറിയാം എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആവരണകല എന്നാണ് മലയാളത്തിൽ പറയുക. ആവരണകല. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ യോജകകല, യോജിപ്പിക്കുന്ന കലയാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. മസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പേശികല, മസിൽസ്. ന്യൂറൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നാഡീകല. ഇങ്ങനെ 4 തരം ടിഷ്യൂസാണ് നമുക്കുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. 4 തരം ടിഷ്യൂസ് നമുക്ക് ആനിമൽസിൽ കാണാൻ വേണ്ടി പറ്റും. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. ഈ പേരുകളെല്ലാം ഓർത്തിരിക്കുക. 4 തരം ടിഷ്യൂസ് ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. ഇങ്ങനെ 4 തരം ടിഷ്യൂസാണ് ആനിമൽ ബോഡിയിൽ കാണുന്നത്. അപ്പോൾ ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാണ് ഓർത്ത് നോക്കുക. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. മനസ്സിലായല്ലോ? ഇനി ഇത് ഓരോന്നും എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് നമുക്ക് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആവരണ കലയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കുന്നത്, ഇറ്റ് കവർ, ശരിക്കും കവറാണ്. അത് കവേഴ്സ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനെ കവർ ചെയ്യുന്ന ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. പക്ഷേ കവറിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? നമ്മുടെ ബോഡി കവറിങ് എന്ന് പറഞ്ഞാൽ പുറമേ മാത്രമല്ല കവറിങ് ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളിൽ പലതും പൊള്ളയായ അവയവങ്ങളാണ്, അല്ലെങ്കിൽ അതിനകത്ത് മറ്റു വസ്തുക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് വരും, അതൊരു ഇന്റേണൽ ബോഡിയും കൂടെ വരും. നമ്മളിപ്പം നമ്മുടെ വായ എടുക്കുക. വായ എന്ന് പറയുന്നതിനകത്തൂടെ ഒരു ആവരണമുണ്ട്. നമ്മുടെ പുറമേ സ്കിന്നുള്ളത് പോലെ തന്നെ വായുടെ ഉൾവശത്തും ഒരു ആവരണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഭക്ഷണം കടന്നു പോകുന്ന കുഴലെടുത്താൽ അതിന് പുറമെ, ആ കുഴലിന്റെ പുറമേയും ആവരണമുണ്ട്, അകത്തും ആവരണമുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വരാം. എങ്ങനെ വരാം? ബോഡിയുടെ പുറമേയുള്ള കവറിങ് ആകാം, ഓർഗനുകളുടെ പുറമേയുള്ള കവറിങ് ആകാം, ഓർഗനുകളുടെ അകത്തുള്ള കവറിങ് ആകാം. ഇതെല്ലാം എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പോൾ ശരിക്കും കവറിങ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രത്യേകത ഇറ്റ് ഹാസ് എ ഫ്രീ സർഫസ്. അതിന്റെ ഒരു ഫ്രീ സർഫസ് ഉണ്ടാവും. ഒരു വശം, അതായത് ബോഡിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം വെച്ച് മറുവശം ഫ്രീ സർഫസ് ആയിരിക്കും, തുറന്ന പ്രതലമായിരിക്കും. ഇപ്പൊ നമ്മുടെ സ്കിന്നിന് പുറത്തേക്ക് എന്താ പറയുന്നത്, അന്തരീക്ഷവുമായിട്ടാണ് വരുന്നത്. അലിമെന്ററി കനാലിന്റെ ഉൾവശം പൊള്ളയായ നമ്മുടെ ഭക്ഷണം കടന്നു പോകുന്ന ആ ഭക്ഷണ വസ്തുക്കളായിരിക്കും അതുമായി ടച്ച് ആയി വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്രീ സർഫസ് എപ്പോഴും ഉണ്ടാവും. ഇറ്റ് ഹാസ് എ ഫ്രീ സർഫസ് വിച്ച് ഫേസസ് എയ്തർ എ ബോഡി ഫ്ലൂയിഡ് ഓർ ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. ചിലപ്പോൾ പുറമേയുള്ള അവയവമാണെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റുമായിട്ടാണ് അത് ടച്ച് വരുന്നത്. നേരെ മറിച്ച് അകത്താണെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡായിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഫ്രീ സർഫസ് വിച്ച് ഫേസസ് എയ്തർ എ ബോഡി ഫ്ലൂയിഡ് ഓർ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. ഇതാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ഒരു ഫ്രീ സർഫസ് ഉണ്ടാവും. അത് ഒന്നുകിൽ ബോഡി ഫ്ലൂയിഡിലേക്കോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റിലേക്കോ ഫേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ച് ഒന്നാമതായിട്ട് ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ചെയ്യുന്നത് ഓർത്തിരുന്നാൽ മതി. ഇറ്റ് കവർ ബോഡി സർഫസ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് കവർ ദി ബോഡി സർഫസസ്. ജീവശരീരത്തിനെ കവർ ചെയ്യുന്ന ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ആ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫ്രീ സർഫസ് ഒന്നുകിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള അവയവങ്ങളായിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലിവർ എടുത്തു കഴിഞ്ഞാൽ ലിവറിന്റെ ഉൾവശം എന്ന് പറയുമ്പോൾ ആ ലിവറിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിന്റെ ഭാഗത്ത് ബോഡി ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ അലിമെന്ററി കനാൽ, സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിന്റെ ഉൾവശത്ത് ഉള്ള സെല്ലുകളാണെങ്കിൽ അതിനകത്ത് സ്റ്റൊമക്കിനകത്തുള്ള ഭക്ഷണ വസ്തുക്കളും അതിലെ ഫ്ലൂയിഡും ഒക്കെ ആയിരിക്കും അതിനെ കവർ ചെയ്യുന്നത്. അങ്ങനെ വരുന്നതാണ് നമ്മൾ ശരിക്കും എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് എ കവറിംഗ് ഓർ എ ലിമിറ്റിംഗ് ഫോർ സം പാർട്സ് ഓഫ് ദ ബോഡി. ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ഒരു കവറിങ്ങോ അല്ലെങ്കിൽ ഒരു ലൈനിങ്ങോ ആണ് എപ്പോഴും എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു പ്രത്യേകത. 1 മിനിറ്റ്. ലവേ 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 അപ്പം നമ്മൾ പറഞ്ഞതാണ് പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതിന് ശരിക്കും പറഞ്ഞാൽ അതൊരു കവറിങ് ആണെന്നുള്ളത്. കവറിങ് അല്ലെങ്കിൽ ലൈനിങ് ആണ്. ലൈനിങ് എന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ പിന്നെ ആന്തരാവയവങ്ങളാണെങ്കിൽ ആന്തരാവയവങ്ങളുടെ ചുറ്റുമായി നമുക്ക്
അതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ആണ് അത് എപ്പോഴും കാണുന്നത്. അപ്പോൾ ഒരു അവയവത്തിന് ഷേപ്പ് നൽകാനും എത്ര വലിപ്പം അവയവത്തിന് ഉണ്ടാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ കവറിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് പ്രൊവൈഡ്സ് എ കവറിംഗ് ഓർ ലൈനിങ് ഫോർ സം പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾക്ക് ഒരു കവറിങ്ങോ ഒരു ലൈനിങ്ങോ ആയി പ്രവർത്തിക്കുന്നവയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ബ്ലഡ് വെസലൊക്കെ ആണെങ്കിൽ ഒറ്റ ലൈനിങ് ഒക്കെ ഉണ്ടാവും ചില ഭാഗത്തൊക്കെ. ഇപ്പോൾ കാപ്പിലറി ഒക്കെ ആണെങ്കിൽ ഒരു ലൈനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇനി ദ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകതയാണ് ദ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ക്, വളരെ അടുത്തടുത്താണ് സെൽസ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ മാട്രിക്സ്, അതിനിടയ്ക്ക് ഇന്റർസെല്ലുലാർ സ്പേസും മാട്രിക്സും ഒക്കെ വളരെ കുറവായിരിക്കും. വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ സെല്ലുകൾ തമ്മിലുണ്ടാവുള്ളൂ. അത് നമുക്കറിയാലോ. നമ്മളിപ്പോൾ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ സ്കിൻ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. അപ്പോൾ അതിനകത്തൂടെ സ്പേസ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ എല്ലാം ഓപ്പണിങ് കടന്നു കഴിഞ്ഞാൽ അതിനകത്ത് വസ്തുക്കൾ അങ്ങോട്ടും കൊണ്ട് ഈസിയായി കടന്നു പോകും. അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്റർസെല്ലുലാർ മാട്രിക്സ് വളരെ കുറവുള്ളവയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സെൽസ് വളരെ കോമ്പാക്ട്ലി പാക്ഡ് ആണ് വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പ്രത്യേകത. മനസ്സിലല്ലോ. അപ്പം എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് അതൊരു ലൈനിങ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു കവറിംഗ് ടിഷ്യൂ ആണ്. അതിന് ഫ്രീ സർഫസ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. പിന്നെ അതിലെ സെൽസ് എല്ലാം വളരെ കോമ്പാക്ട് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലെയേഴ്സ് ദർ ആർ 2 ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ലെയേഴ്സ്, എത്ര ലെയറുകൾ ഉണ്ട് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ നമ്മൾ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സിമ്പിൾ എപ്പിത്തീലിയവും മറ്റൊന്ന് കോമ്പൗണ്ട് എപ്പിത്തീലിയവും. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിലെ നമ്പർ ഓഫ് ലെയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ എപ്പിത്തീലിയം, മറ്റൊന്ന് കോമ്പൗണ്ട് എപ്പിത്തീലിയം. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ എപ്പിത്തീലിയത്തിൽ ഇറ്റ് ഹാസ് ഓൺലി എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, ഒരു പാളി സെല്ലുകൾ മാത്രം, ഒരു ലെയർ സെല്ലുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൾട്ടി ലെയർഡ്. അത് മൾട്ടി ലെയർ ആണ്, കുറേ ലെയറുകൾ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമ്മൾ അതിന്റെ വിശദമായി പഠിക്കാറുണ്ട്. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെൽസ്, കൂടുതൽ ലെയറുകൾ ഉണ്ടാവും. അതിലാദ്യം നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സിമ്പിൾ എപ്പിത്തീലിയം? സിമ്പിൾ എപ്പിത്തീലിയം ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. സിമ്പിൾ എപ്പിത്തീലിയത്തിൽ എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, ഒരു ലെയർ സെല്ലുകൾ മാത്രമേ ഉള്ളൂ. അതാണ് സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത. അതിന് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ. ഒറ്റ ലെയർ ഉള്ള സെല്ലുകളാണ് സിമ്പിൾ എപ്പിത്തീലിയം. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ലൈനിങ് ഓർ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ, പ്രത്യേകിച്ച് ബോഡി ക്യാവിറ്റികൾ, ശരീരത്തിനകത്ത് വരുന്ന ക്യാവിറ്റികൾ, സ്പേസുകൾ, ഡക്റ്റുകൾ, പലതരത്തിലുള്ള നാളങ്ങൾ, നമ്മൾ പലതരത്തിലുള്ള നാളങ്ങൾ, റെസ്പിറേറ്ററി ഡക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഡക്റ്റുകൾ ഉണ്ടാകാം, പിന്നെ നമ്മുടെ യൂറിനറി ഡക്റ്റുകൾ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഡക്റ്റുകൾ, ഇത്തരം ഡക്റ്റുകളുടെ എല്ലാം ആവരണം. ആൻഡ് ട്യൂബുകൾ, മറ്റൊന്ന് ട്യൂബുകൾ, പലതരം ശരീരത്തിനകത്തുള്ള പലതരം കുഴലുകൾ. കുഴലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് വെസൽസിന്റെ കുഴലുകൾ ഉണ്ടാകാം, പിന്നെ ആഹാരം കടന്നു പോകുന്ന ഡൈജസ്റ്റീവ് ട്യൂബ്സ് ഉണ്ടാവും. ഇങ്ങനെ പലതരം ട്യൂബുകൾ. ഈ ട്യൂബുകളുടെ എല്ലാം ലൈനിങ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അവയവങ്ങളെല്ലാം ആവരണം ചെയ്യുന്നത്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. അതാണ് സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത. ഇനി സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്. ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ വീണ്ടും 3ആയി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്രത്യേകതയാണ്, സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയത്തിനെ വീണ്ടും നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കൊളുംനാർ എപ്പിത്തീലിയം. അതായത് സിമ്പിൾ, നമ്മൾ പറഞ്ഞതാണ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. അതിൽ സിമ്പിൾ എപ്പിത്തീലിയത്തിനെയാണ് വീണ്ടും 3ആയി തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കൊളുംനാർ എപ്പിത്തീലിയം. അതാണ് 3 തരം എപ്പിത്തീലിയം. ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം, മറ്റൊന്ന് ക്യൂബോയിഡൽ എപ്പിത്തീലിയം, മൂന്നാമത്തേതാണ് കൊളുംനാർ എപ്പിത്തീലിയം. അപ്പോൾ 3 തരം എപ്പിത്തീലിയം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് സിമ്പിൾ എപ്പിത്തീലിയത്തിൽ ഒരു ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ ശരീരത്തിലെ ബോഡി ക്യാവിറ്റികളെയും ഡക്റ്റുകളെയും ട്യൂബുകളെയും ലൈൻ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ഓർത്തത്. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഒരു ലെയർ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ പ്രധാന ഫംഗ്ഷൻസ് ഇറ്റ് കവർ അല്ലെങ്കിൽ ഇറ്റ് ലൈൻസ് ദ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ് എന്നത് ഓർത്തിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് 3 ടൈപ്സ്. ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയത്തെ കുറിച്ചാണ്. അതായത് സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ ഒന്നാമത്തെ എപ്പിത്തീലിയമാണ് സ്ക്വാമസ്. ഇപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ കുറേ ആയി. അതായത് എപ്പിത്തീലിയത്തിന് നമ്മൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞതിനകത്താണ് നമ്മൾ പറഞ്ഞത് എപ്പിത്തീലിയം 2 തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ എപ്പിത്തീലിയം, മറ്റൊന്ന് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അതിൽ സിമ്പിൾ എപ്പിത്തീലിയമാണ് വീണ്ടും 3 തരത്തിലുണ്ട്, സ്ക്വാമസ്, ക്യൂബോയിഡൽ, കൊളുംനാർ എന്ന് പറഞ്ഞത്. അതിന് മുമ്പൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ടിഷ്യൂസ് എന്ന് പറയുന്നത് 4 തരത്തിലാണ്: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. അതിൽ ഒന്നാമത്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ആ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് 2 തരത്തിൽ: സിമ്പിൾ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം.
മനസ്സിലായല്ലോ. ഇനി ആ സിമ്പിൾ എപ്പിത്തീലിയം കോമ്പൗണ്ട് എപ്പിത്തീലിയം വരുന്നതിലെ ഒന്നാമത്തേതാണ് സിമ്പിൾ എപ്പിത്തീലിയം സിംഗിൾ ലെയർ ഉള്ളത്. അതിൽ തന്നെ 3 തരത്തിലാണ്: സ്ക്വാമസ് എപ്പിത്തീലിയം, പിന്നെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കൊളുമിനാർ എപ്പിത്തീലിയം. അതിൽ ആദ്യം നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്ക്വാമസ് എപ്പിത്തീലിയം? ഈ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. നിങ്ങൾ അതിന്റെ ചിത്രം കാണാം. അവിടെ അതിന് വലതുവശം നോക്കിയാൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നോക്കി അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു സിംഗിൾ ലെയറേ ഉള്ളൂ. ഒന്നാമത്തെ പ്രത്യേകത ഇറ്റ് ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് തിൻ ഫ്ലാറ്റ് സെൽസ്. ഫ്ലാറ്റ് സെൽസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ, ടൈലൊക്കെ പാകിയിരിക്കുന്നത് പോലെ ക്രമമായി ടൈലൊക്കെ പാകിയിരിക്കുന്നത് അറിയാലോ. നമുക്ക് ഒരു ലെയർ ഇങ്ങനെ ഒറ്റ ലെയറായിട്ട് പാകിയിരിക്കുക. അതാണ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ തിൻ കവറിംഗ് ടിഷ്യൂ ആയിട്ടാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ്. പക്ഷേ പ്രത്യേകത എന്താണ്? വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ടൈലൊക്കെ പാകുമ്പോൾ നമ്മൾ കൃത്യമായ ബൗണ്ടറിയാണ്, എല്ലാം ഒരേ ഷേപ്പൊക്കെ ആയിരിക്കും. ഇതങ്ങനെയല്ല, ഇറഗുലർ ബൗണ്ടറിയാണ്. അവിടെ നമ്മൾ കണ്ട ആ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാം. അതിൻ്റെ സെല്ലുകളുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇറഗുലർ ആണ്, റെഗുലർ ബൗണ്ടറി അല്ല. അത് ക്രമമായി ഇപ്പോൾ നമ്മൾ ഒരു ഇഷ്ടി അടുക്കി വെക്കുന്ന പോലെ ഒന്നും എല്ലാം ഒരേപോലെ ആയിരിക്കത്തില്ല, വ്യത്യസ്ത ഷേപ്പുകളായിരിക്കും ഉണ്ടാവുക. അതാണ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. അതാണ് നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ് സ്ക്വാമസ് എപ്പിത്തീലിയം? അല്ലെങ്കിൽ ചില പരീക്ഷ ചോദിക്കുമ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് ഉത്തരം കിട്ടത്തക്ക ഇതിലും ചോദ്യം ചോദിക്കാം. an epithelium made up of a single thin layer of flattened cells with irregular boundaries എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് ചോദിക്കാം. നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാഷ് ഇട്ട് ചോദിക്കാം. ഡാഷ് ഈസ് മേഡ് അപ്പ് ഓഫ് തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. അങ്ങനെയൊക്കെ പരീക്ഷ ചോദിക്കാം. അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് ഏത് എപ്പിത്തീലിയമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് തിൻ ഫ്ലാറ്റ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. അതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇനി ദേ ആർ ഫൗണ്ട് ഇൻ ദി വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. അതും പ്രധാനപ്പെട്ടത്. എവിടെയാണ് ഇത്തരം എപ്പിത്തീലിയം കാണുന്നത്? സ്ക്വാമസ് എപ്പിത്തീലിയം കാണുന്നത് ദേ ആർ ഫൗണ്ട് ഓൺ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. നമ്മുടെ രക്തക്കുഴലുകളുടെ ഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിന്റെ പലതരത്തിലുള്ള രക്തക്കുഴലുകൾ നമ്മുടെ ശരീരം, ആർട്ടറികളുണ്ട്, വെയിനുകളുണ്ട്, ക്യാപ്പിലറികളുണ്ട്. ഇവയുടെ എല്ലാം ഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. പിന്നെ ഒന്ന് എയർ സാക്സ് ഓഫ് ലങ്സ്. നമുക്കറിയാം നമ്മുടെ ലങ്സിനുള്ളിൽ എയർ ക്യാവിറ്റീസ് അല്ലെങ്കിൽ എയർ സാക്സ്, നമ്മൾ ആൽവിയോലസ് എന്ന് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ആൽവിയോലസിനെയും ലൈൻ ചെയ്യുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം is found on the walls of blood vessels and air sacs of lungs and the function is diffusion. Diffusion ആണ് പ്രധാന ഫംഗ്ഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ട് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് എനർജി. അതായത് ഒരു എനർജി എക്സ്പെൻഡിച്ചറും ഇല്ലാതെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് നടക്കുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ഡിഫ്യൂഷന് സഹായിക്കുന്നവയാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പോൾ ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ആ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ഫസ്റ്റ് പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ദേ ആർ ഫൗണ്ട് ഓൺ ദി വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. മൂന്നാമത്തെയാണ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫ്യൂഷൻ. ഈ 3 പോയിന്റ് നമ്മൾ പഠിച്ചു വയ്ക്കണം, അജിത്തോണ്ട് വയ്ക്കണം. ഈ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറേ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തിലെ പ്രത്യേകത ഓർത്തിരിക്കുക. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് തിൻ ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ദേ ആർ ഫൗണ്ട് ഓൺ ദി വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. ആൻഡ് മൂന്നാമത്തേതാണ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ഡിഫ്യൂഷൻ. 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. രണ്ടാമത്തെ നമുക്ക് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. അതിന്റെ ഷേപ്പാണ് പ്രത്യേകത. അത് കുറച്ചുകൂടെ നമുക്ക് അതിന്റെ ആ സെല്ലുകൾ ഓരോന്നായിട്ട് താഴെ 2 ലൈനിങ്ങിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്യൂബ് സെൽ ലൈക്ക് സെൽസ് ആണ്. ക്യൂബ് പോലെ. ക്യൂബ് എന്ന് പറയുമ്പോൾ ഈക്വൽ സൈസ്ഡ് സെൽസ് ആണ്. അപ്പോൾ അങ്ങനെ ക്യൂബ് ലൈക്ക് സെൽസ് ആണെങ്കിൽ അത്തരത്തിലുള്ള എപ്പിത്തീലിയമാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. ഇനി ഫൗണ്ട് ഇൻ ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നീസ്. ഇത് പ്രധാനമായിട്ടും കാണുന്നത് എവിടെയാണ്? ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ്, നമ്മുടെ ഗ്ലാൻഡുകളുടെ ഗ്രന്ഥികൾ. പലതരം ഗ്രന്ഥികളുണ്ട് നമുക്ക്. ഒരുപാട് ഗ്രന്ഥികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. തൈറോയിഡും പാങ്ക്രിയാസും ഐരിസ് ഓഫ് ലാംഗർഹാൻസും ഗൊണാഡ്സും ഒരുപാട് ഗ്ലാൻഡ്സ് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡ്, ലിവർ, ഇതൊക്കെ ഗ്ലാൻഡുകളാണ്. അങ്ങനെയുള്ള ഗ്ലാൻഡ്സിന്റെ ഡക്സിൽ, ഡക്റ്റുള്ള ഗ്ലാൻഡ്സിനാണ് പറയുന്നത്. എല്ലാ ഗ്ലാൻഡ്സും ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് നമ്മൾ ഗ്ലാൻഡുകളുടെ ഡക്റ്റിൽ കാണും. ഫൗണ്ട് ഓൺ ദി ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. നെഫ്രോൺ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. നെഫ്രോൺ എന്ന് പറയുന്നത് എന്താ? നെഫ്രോൺ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറൽ പാർട്സിനെയാണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടല്ലോ നെഫ്രോൺ. ആ നെഫ്രോണിൽ ബോമാൻസ് ക്യാപ്സ്യൂൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. അതിന്റെ ട്യൂബുലർ പാർട്സ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ പേരൊക്കെ വരുന്നുണ്ട്. ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഈ വർഷം നമുക്കത് വളരെ വിശദമായി പഠിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ട്യൂബ്, അതിന്റെ നെഫ്രോണിന്റെ ട്യൂബ്, നെഫ്രോണിന്റെ ചിത്രം നിങ്ങൾ 10ാം ക്ലാസ്സിൽ ആണെന്ന് തോന്നുന്നു പഠിച്ചത് അല്ലേ? 10ാം ക്ലാസ്സിൽ പഠിച്ചാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് ആദ്യം ഒരു ബോമാൻസ് ക്യാപ്സ്യൂൾ, ആ ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് കുറേ ട്യൂബുകൾ നേരെ കളക്ടിങ് ഡക്റ്റിലേക്ക് പോകുന്നു അല്ലേ? ശേഖരണ നാളിയിലേക്ക് പോകുന്നു. അതൊക്കെ നിങ്ങൾ
10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ നെഫ്രോണിന്റെ ഭാഗത്തും കാണുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. അപ്പോൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഈസ് ഫൗണ്ട് ഓൺ ദി ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ദ ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നി. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകതയാണ് ദേ ആർ ഫൗണ്ട് ഓൺ ദി ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ്. ഒന്ന് ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. നെഫ്രോണിന്റെ ട്യൂബുലർ പാർട്ടുകളിലും കാണുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അപ്പോൾ ക്യൂബിലിക് സെൽസ് ആണ്. ഇനി മെയിൻ ഫംഗ്ഷൻസ് ആർ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നേരത്തെ നമ്മൾ ഡിഫ്യൂഷൻ ആണ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ പറഞ്ഞത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഈ ഗ്ലാൻസ് ആകുമ്പോൾ പ്രധാനമായിട്ട് സെക്രീഷൻ ആണ്. ഗ്ലാൻസ് പലതരം സെക്രീഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെക്രീഷൻ ഫംഗ്ഷൻ ആണ്. മറ്റൊന്ന് അബ്സോർപ്ഷൻ ആണ്. ചിലപ്പം ചില സ്ഥലങ്ങളിൽ അത് ആഗിരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, വസ്തുക്കളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം സെക്രീഷനും അബ്സോർപ്ഷനും അറിയാലോ, മീനിങ് അറിയാലോ. സെക്രീഷൻ എന്ന് പറഞ്ഞാൽ സ്രവിക്കുക എന്നുള്ള അർത്ഥം, വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുക. ഇപ്പം നമ്മൾ ഗ്ലാൻസ്, ഇപ്പോൾ സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അത് എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? സലൈവ ഉൽപ്പാദിപ്പിക്കുന്നു. അതൊരു സെക്രീഷനാണ്. അതുകൊണ്ട് സലൈവറി ഗ്ലാൻസിൽ ഇത്തരം സെൽസ്, ഇത്തരം ടിഷ്യൂസ് ഉണ്ടാകുന്ന അർത്ഥം. അല്ലെങ്കിൽ അബ്സോർപ്ഷൻ, ആഗിരണം ചെയ്യും. ഇപ്പോൾ ട്യൂബുലർ പാർട്ട് ഓഫ് നെഫ്രോൺ എന്ന് പറയുമ്പോൾ നെഫ്രോണിൽ നമുക്കറിയാം നമ്മുടെ യൂറിനിലൂടെ നഷ്ടപ്പെടുന്ന ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് നെഫ്രോണുകളാണ്. അപ്പം അത് അധികമായി ജലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറേ ജലത്തിനെ റീഅബ്സോർബ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കേണ്ടി വരും, പുനരാഗിരണം ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇനി ദ എപ്പിത്തീലിയം ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇത് നിങ്ങൾ ചിലപ്പം ഈ വാക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദ എപ്പിത്തീലിയം ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT. ഞാൻ നേരത്തെ പറഞ്ഞ നെഫ്രോണിന്റെ പാർട്ടാണിത്. അപ്പോൾ നെഫ്രോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിൽ നിന്ന് ഓർത്ത് നോക്കുക. നെഫ്രോണിന്റെ ചിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെഫ്രോൺ എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ഒന്നാമത്തെ പാർട്ട് ബോമാൻസ് ക്യാപ്സ്യൂളാണ്. ആ ബോമാൻസ് ക്യാപ്സ്യൂൾ താഴേക്ക് വരുമ്പം ആദ്യത്തെ പാർട്ടിനെയാണ് നമ്മൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അത് പിന്നെ നമ്മൾ നെഫ്രോണിന്റെ സ്ട്രക്ചർ പഠിക്കും, വിശദമായി പഠിക്കും. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും മൈക്രോവില്ല എന്ന് പറഞ്ഞ സ്ട്രക്ചറുണ്ട്. മൈക്രോവില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഹെയർ പോലെ പ്രൊജക്ട് നിൽക്കുന്ന സ്ഥലത്തിനെയാണ് മൈക്രോവില്ല എന്ന് പറയുന്നത്. അത് ഈ ട്യൂബുലർ അതിലൂടെ കടന്നു പോകുന്ന മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം മൈക്രോവില്ലയുള്ള ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ് PCTയിൽ കാണുന്നത്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കാണുന്നത്. അതും കൂടെ നമ്മൾ ഓർത്തിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ക്യൂബിലൈക് സെൽസ്. ഒന്നാമത്തെ പോയിന്റ് ആയി. പിന്നെ ദേ ആർ ഫൗണ്ട് ഓൺ ദി ഡക്ട്സ് ഓഫ് ഗ്ലാൻസ്. ഒന്ന് ഡക്ട്സ് ഓഫ് ഗ്ലാൻസിന്, പിന്നെ മറ്റൊന്ന് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. മെയിൻ ഫംഗ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. പിന്നെ അതിൽ മറ്റൊന്നാണ് PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന നെഫ്രോണിന്റെ പാർട്ടിൽ മൈക്രോവില്ലയും കൂടെ ഉണ്ട് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതിന്റെ പുറമെ ഇങ്ങനെ മൈക്രോവില്ല കാണും. അപ്പോൾ ഈ ചിത്രവും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക. ആദ്യത്തേത് ഫ്ലാറ്റ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ് ആണ്. ഇത് ക്യൂബിലൈക് സെൽസ് ആണ്. ഇനി മൂന്നാമത്തെയാണ് കൊളുമിനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. കൊളുമിനാർ എപ്പിത്തീലിയം. കൊളുമിനാർ എന്ന് പറയുന്നത് കോളം ലൈക്ക് സെൽസ് ആണ്. കാണുന്നുണ്ടല്ലോ, നീളത്തിലുള്ള സെല്ലുകളാണ്. ആ ചിത്രം നോക്കുക. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ്. ടോൾ സെൽസ് ആണ്, ബട്ട് സ്ലെൻഡർ മെലിഞ്ഞ സെല്ലുകളാണ്. അതായത് നീളം കൂടിയ മെലിഞ്ഞ സെല്ലുകളാണ് ഈ കൊളുമിനാറിൽ. അത് ആ കോളം ലൈക്ക് സെൽസ് ആണ്. നമ്മൾ കോളം എന്ന് പറയത്തില്ലേ, നമ്മളിപ്പോൾ വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കോളം, റോ ആൻഡ് കോളം. അതിൽ കോളം എന്ന് പറയുന്നത് താഴോട്ട് നീളത്തിൽ വരയ്ക്കുന്നത്. അതുപോലെ നമ്മൾ കൊളുമിനാർ എപ്പിത്തീലിയം ഇസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ്. നീളമുള്ള സ്ലെൻഡർ സെൽസ്, നീളം കൂടിയ മെലിഞ്ഞ സെല്ലുകളാണ് ഈ കൊളുമിനാർ എപ്പിത്തീലിയം. കോളം ലൈക്ക് സെൽസ് എന്നുള്ള അർത്ഥമാണ്. ദേ ആർ ന്യൂക്ലിയർ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ്. അതാണ് മറ്റൊരു പ്രത്യേകത. അതിന്റെ സെല്ലിന്റെ ബേസിലായിരിക്കും എപ്പോഴും ന്യൂക്ലിയസ് ഉണ്ടാവുക. സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷേ ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് സെൽസ്. ഓരോ സെല്ലുകളുടെയും ബേസിലായിരിക്കും ന്യൂക്ലിയസ് ഉണ്ട്. അത് ഈ ഒരു കൊളുമിനാർ എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ല. ഇതിലും അതിന്റെ ഫ്രീ സർഫസിൽ ചിലപ്പോൾ മൈക്രോവില്ല ഉണ്ടാവും, ഹെയർ പോലെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഫൗണ്ട് ഇൻ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ഇത് കാണുന്നത് എവിടെയാണ്? ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ സ്റ്റൊമക്കിന്റെയും ഇൻറ്റസ്റ്റൈനിലെയും ലൈനിങ്ങിലാണ് പ്രധാനമായും കൊളുമിനാർ എപ്പിത്തീലിയം കാണുന്നത്. ഇനി ദെയർ ഫംഗ്ഷൻ ഈസ് ഓൾസോ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇതും സെക്രീഷൻ അബ്സോർപ്ഷനാണ് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ കൊളുമിനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? എന്താണ്? സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. പിന്നെയോ അതിന്റെ പ്രത്യേകത ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ്. പിന്നെ ന്യൂക്ലിയസ് അറ്റ് ദി ബേസ് ഓഫ് സെൽസ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ല. ചിലപ്പോൾ മൈക്രോവില്ല ഉണ്ടാകാം, അത് ഒരു ഉറച്ച കാര്യമല്ല, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ ദേ ആർ ഫൗണ്ട് ഓൺ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. അത് ഓർക്കുന്നതാണ്. ലൈനിങ് ഓഫ് സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലാണ് അത് കാണുന്നത്. ഫംഗ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് എപ്പിത്തീലിയത്തെ കുറിച്ച്, സ്ക്വാമസ് എപ്പിത്തീലിയം ആണെങ്കിലും ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണെങ്കിലും കൊളുമിനാർ എപ്പിത്തീലിയം ആണെങ്കിലും നിങ്ങൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ആ എപ്പിത്തീലിയം എന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് അതാണ്, എന്താണ് എപ്പിത്തീലിയം എന്നറിയുക. പിന്നെ രണ്ടാമത് ആ എപ്പിത്തീലിയം എന്താണെന്ന് അറിയുന്നത് കൂടാതെ ആ ഓരോ എപ്പിത്തീലിയത്തിലും അങ്ങനെ കാണുന്ന ഓരോ എപ്പിത്തീലിയവും എവിടെയാണ് കാണുന്നത് എന്നും അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഓരോ എപ്പിത്തീലിയവും, ഇപ്പം ഒന്നാമത് സ്ക്വാമസ് എപ്പിത്തീലിയം നമ്മൾ പറഞ്ഞു എന്താണ്? തിൻ ഫ്ലാറ്റ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. പിന്നെ അത് എവിടെയാണ് കാണുന്നത്? ഡക്ട്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്.
രണ്ടാമത് നമ്മൾ പറഞ്ഞു ക്യൂബോയിഡ് എപ്പിത്തീലിയം. ക്യൂബോയിഡ് എപ്പിത്തീലിയം ആണെങ്കിൽ ക്യൂബ്-ലൈക്ക് സെൽസ് ആണ്, അതിന്റെ പ്രത്യേകത ക്യൂബ്-ലൈക്ക് സെൽസ് ആണ്. പിന്നെ അത് കാണുന്നത് ഡക്സോ ഗ്ലാൻസ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. ഇനി കോളിനർ എപ്പിത്തീലിയം ആണെങ്കിൽ ടോൾ സിലിണ്ടർ സെൽസ്, അതിന്റെ പ്രത്യേകത ടോൾ ആൻഡ് സിലിണ്ടർ സെൽസ് ആണ്. പിന്നെ കാണുന്നത് ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്കിന്റെയും ഇൻറ്റസ്റ്റൈന്റെയും ലൈനിങ്ങിലാണ് കാണുന്നത്. ഈ രീതിയിൽ നമ്മൾ ഓരോന്നിന്റെയും കാണുന്ന സ്ഥലം ഒഴിക്കുക. പിന്നെ ഫംഗ്ഷൻ ഓർത്തിരിക്കണം. സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിഫ്യൂഷൻ ആണ് ഫംഗ്ഷൻ. കൊളുമിനാർ എപ്പിത്തീലിയം ക്യൂബോയിഡ് എപ്പിത്തീലിയം ഒരേ ഫംഗ്ഷൻ തന്നെയാണ്, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ ഈ 3 തരം സെല്ലുകളെ കുറിച്ചും നമ്മൾ ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കും. അതായത് ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡ് എപ്പിത്തീലിയം, കൊളുമിനാർ എപ്പിത്തീലിയം. ഇനി ഈ 3 എപ്പിത്തീലിയത്തിനും ചില ചെറിയ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഈ 3 എപ്പിത്തീലിയം നമ്മൾ പറഞ്ഞത് സ്ക്വാമസ് എപ്പിത്തീലിയം ആണെങ്കിലും ക്യൂബോയിഡ് എപ്പിത്തീലിയം, കൊളുമിനാർ എപ്പിത്തീലിയം ആണെങ്കിലും ഈ എപ്പിത്തീലിയത്തിന് ചില മോഡിഫിക്കേഷനുകളും വരാറുണ്ട്. അതിലൊന്നാണ് നമ്മൾ സീലിയറിന്റെ എപ്പിത്തീലിയം. അത് 4ാമത്തെ എപ്പിത്തീലിയമായിട്ട് ആയിരുന്നു മുൻപ് പഠിപ്പിക്കുക. ഇപ്പൊ അത് നമ്മൾ മാറ്റി അത് സീലിയർ എപ്പിത്തീലിയം വേറെ എല്ലാത്തിലും വരാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ സീലിയറിന്റെ എപ്പിത്തീലിയം എന്ന് പറയുന്നത് if the columnar or cuboidal cells bear cilia on their free surface, they are called ciliary epithelium. നിങ്ങൾ അതിന്റെ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക. സിലിയറി എപ്പിത്തീലിയത്തിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ആ കാണുന്ന സെല്ലുകൾ ഏതാണ്? നീളം ഉള്ള മെലിഞ്ഞ സെല്ലുകളാണ്. അപ്പോൾ അതെന്ത് പറയും? അങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ കൊളുമിനാർ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊളുമിനാർ സെൽസ് ആണ്. അതിന്റെ മുകളിൽ നോക്കുക, ഹെയർ പോലെ ചില സ്ട്രക്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതാണ് നമ്മൾ സീലിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എപ്പിത്തീലിയത്തെ നമ്മൾ സീലിയറിന്റെ എപ്പിത്തീലിയം എന്ന് പറയുന്നു. അതായത് ഇഫ് ദ കൊളുമിനാർ ഓർ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ബിയർ സീലിയ ഓൺ ദെയർ ഫ്രീ സർഫസ്, ദേ ആർ കോൾഡ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. അതായത് ഏതെങ്കിലും ഒരു കൊളുമിനാർ എപ്പിത്തീലിയമോ അല്ലെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയമോ അതിന്റെ ഫ്രീ സർഫസിൽ സീലിയ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന, ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. അപ്പോൾ സീലിയർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയമോ അല്ലെങ്കിൽ കൊളുമിനാർ എപ്പിത്തീലിയമോ ആകാം. പക്ഷേ അതിന്റെ ഫ്രീ സർഫസിൽ എന്തുണ്ടാവും? സീലിയ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ പ്രത്യേകത. അതാണ് നമ്മൾ സീലിയർ എപ്പിത്തീലിയം. അപ്പോൾ 4ാമത്തെ എപ്പിത്തീലിയമായിട്ട് കൂട്ടണ്ട. ഈ 2 എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെയും കൊളുമിനാർ എപ്പിത്തീലിയത്തിന്റെയും ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് കരുതിയാൽ മതി. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിലോ കൊളുമിനാർ എപ്പിത്തീലിയത്തിലോ നേരത്തെ പറഞ്ഞ പ്രത്യേകത കൂടാതെ അതിന്റെ ഫ്രീ സർഫസിൽ സീലിയ കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. മനസ്സിലായല്ലോ? their function is to move particles or mucus in a specific direction over the epithelium. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു മൂവ് പാർട്ടിക്കിൾസ്. അതും ഓർത്തിരിക്കണം. എന്താണ് ഫംഗ്ഷൻ? ഈ സീലിയറി എപ്പിത്തീലിയം എന്ന് പറയുന്നത് their function is to move particles or mucus in a specific direction over the epithelium. അതായത് ഇവയുടെ സഹായത്തോടെയാണ് നമ്മൾ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫൗണ്ട് ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് ഹോളോ ഓർഗൻസ് ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫാലോപ്പിൻ ട്യൂബ്സ്. ബ്രോങ്കിയോൾസിലും ഫാലോപ്പിൻ ട്യൂബ്സിലും ഒക്കെ കാണുന്നത് ഇത്തരം എപ്പിത്തീലിയമാണ്. ബ്രോങ്കിയോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് ബ്രോങ്കിയോൾ? നമ്മുടെ മൂക്കിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന കുഴൽ. എന്താണ്? നമ്മൾ ട്രക്കിയ അല്ലെങ്കിൽ വിൻ പൈപ്പ് എന്ന് പറയുന്നത്. ആ വിൻ പൈപ്പ് അകത്തെത്തി 2 ലങ്സിലേക്ക് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അറിയാലോ? ആദ്യം ഇങ്ങനെ നമ്മുടെ മൂക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോകുന്ന കുഴല് ലങ്സിൻ്റെ അവിടെ എത്തിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 ഇതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കുമ്പോൾ. ആ 2 ഓരോ കുഴലിനെയാണ് നമ്മൾ ബ്രോങ്കസ് എന്ന് പറയുന്നത്. ഓരോന്നും ബ്രോങ്കസ് ആണ്. അപ്പോൾ അതിന് 2 കൂടെ പറയും ബ്രോങ്കി എന്ന് പറയും. ആ ബ്രോങ്കിയോൾ അതിനകത്തുള്ള അതിന്റെ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾസ്. ഓരോ ആൽവിയോൾസിനകത്തേക്കും പോകുന്നത് ഈ ചെറിയ കുഴലുകളാണ്. അതിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ആ ബ്രോങ്കിയോളിനകത്തൊക്കെ കാണുന്നത് ഇത്തരം എപ്പിത്തീലിയമാണ്. എന്തായിരിക്കും അവിടെ? നമ്മളിപ്പം ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒരുപാട് പൊടിപടലങ്ങളൊക്കെ നമ്മുടെ ലങ്സിലേക്ക് പോകും. ആ പൊടിപടലങ്ങൾ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നത് ഇത്തരത്തിലുള്ള സീലിയാണ്. മറ്റൊന്ന് ഫാലോപ്പിൻ ട്യൂബാണ്. ഫാലോപ്പിൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവിഡക്ട് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓവത്തിന്റെ മൂവ്മെന്റ് ആണ്. സ്ത്രീകളിൽ ഓവറിയിൽ ഓവം ഉത്പാദിപ്പിക്കപ്പെട്ടാൽ അത് ഫാലോപ്പിൻ ട്യൂബിലേക്ക് ഉണ്ട്. ഫാലോപ്പിൻ ട്യൂബ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഓവിഡക്ട് എന്ന അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ബീജസംയോഗം നടക്കുന്നത്. പുംബീജങ്ങൾ ഫെർട്ടിലൈസേഷൻ ട്യൂബായ ഫാലോപ്പിൻ ട്യൂബിൽ വെച്ചിട്ടാണ് അണ്ടവുമായി യോജിക്കുന്നത്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ സ്പേംസ് എന്ന് പറയുന്നത് മൂവബിൾ ആണ്. അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് അതിന് ടെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചലനം ഉണ്ട്. പക്ഷേ ഓവം എന്ന് പറയുന്നത് മൂവ്മെന്റ് ഇല്ലാത്ത പാർട്ടികളാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ ഓവറിൽ നിന്ന് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഓവിഡക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഓവിഡക്റ്റിനകത്തുള്ള സീലിയാണ് അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എപ്പിത്തീലിയമാണ് സീലിയർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ സീലിയർ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു മൂവ് പാർട്ടിക്കിൾസ്. അല്ലെങ്കിൽ പിന്നെ മറ്റൊന്ന് മൂവ്മെന്റ് ഓഫ് മ്യൂക്കസ്. മ്യൂക്കസ് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ശരീരത്തിലെ ദ്രവങ്ങൾ, ഇപ്പം നമ്മൾ മൂക്കിനകത്ത് ജലദോഷമൊക്കെ പിടിച്ച് നമുക്കറിയാം മൂക്ക് ഒലിക്കാൻ തോന്നും അല്ലേ? അത് എങ്ങനെയാണ് ഒലിച്ചു വരുന്നത് പുറത്തേക്ക്? അതിനൊരു മൂവ്മെന്റ് വേണമല്ലോ. അപ്പം അതിന് നമ്മുടെ ശരീരത്തിലെ ശ്വാസത്തിന് കൊടുത്ത് വരും എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുന്നത്, അതിനെ പുറത്തേക്ക് തള്ളുന്നത് ശരിക്കും ഈ മൂവ്മെന്റ്, അതിന്റെ ആ മ്യൂക്കസ് ദ്രാവകത്തിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന സീലിയയുടെ മൂവ്മെന്റ് ആണ് അതിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് സീലിയർ എപ്പിത്തീലിയം നിർവഹിക്കുന്നത്. അപ്പൊ സീലിയർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ കൊളുമിനാർ എപ്പിത്തീലിയവും ക്യൂബോയിഡ് എപ്പിത്തീലിയം ആകാം, പക്ഷേ ഫ്രീ സർഫസിൽ സീലിയ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ പ്രത്യേകത. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് എന്നാണ്. കാണപ്പെടുന്നത് എവിടെയാണ്? സർഫസ് ഓഫ് ബ്രോങ്കിയോൾസ് ഓർ ഫാലോപ്പിൻ ട്യൂബ്.
ഓർത്തിരുന്നാൽ മതി. സർഫസ് ഓഫ് ഫാലോപ്പിൻ ട്യൂബിൽ ഉണ്ടാകാം. ഫാലോപ്പിൻ ട്യൂബ് അണ്ടവാഹിനികൾ അതിന്റെ ഇന്നർ സർഫസിൽ ഉണ്ടാകും. ഫാലോപ്പിൻ ട്യൂബിന്റെ ഉൾവശത്തോ അല്ലെങ്കിൽ ബ്രോങ്കിയോൾസിന്റെ ഉള്ളിലോ നമ്മുടെ ശ്വാസക്കുഴലിന്റെ ഉൾവശങ്ങളിലോ നമുക്ക് ഇത്തരം എപ്പിത്തീലിയത്തെ കാണാൻ പറ്റും. അതാണ് സീലിയേറ്റ് എപ്പിത്തീലിയം. അത്തരത്തിലുള്ള ഒരു എപ്പിത്തീലിയത്തിന്റെ സീലിയേറ്റ് എപ്പിത്തീലിയത്തിന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സീലിയ എന്ന് പറയുന്നത് കാണാം. അതാണ് പറഞ്ഞത്. ഇതാണ് സീലിയേറ്റ് എപ്പിത്തീലിയം. അപ്പോൾ അത് നമ്മൾ ഈ ക്യൂബോയിഡൽ കൊളുമിനാർ എപ്പിത്തീലിയത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ എടുക്കുക. ഇനി അതിനകത്ത് ഒരെണ്ണം കൂടി നമുക്കുണ്ട്. ഏതാണ്? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇത് വേറൊരു മോഡിഫിക്കേഷനാണ്. ഇപ്പോൾ സീലിയേറ്റ് എപ്പിത്തീലിയം തന്നെ മറ്റൊരു മോഡിഫിക്കേഷനാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. When columnar or cuboidal cells get specified for secretion, they are called glandular epithelium. അതായത് ഈ columnar or cuboidal epithelium is modified for the function of secretion. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണ്. ഒരു 1-2 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. When columnar or cuboidal cells get specialized for secretion are called dash. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ രണ്ട് എപ്പിത്തീലിയം, കൊളുമിനാർ അല്ലെങ്കിൽ കുബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ സെൽസ് സെക്രീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടി ഉപയോഗപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയും. When columnar or cuboidal cells get specified for the function of secretion, they are called glandular epithelium. അതിനെയാണ് നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അത് രണ്ട് എപ്പിത്തീലിയം ആകാം, കൊളുമിനാറും ആകാം, ക്യൂബോയിഡൽ. അപ്പം നേരത്തെ പറഞ്ഞ സീലിയേറ്റ് എപ്പിത്തീലിയവും ഇതിന്റെ മോഡിഫിക്കേഷൻ ആണ്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയവും കൊളുമിനാർ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ മോഡിഫിക്കേഷൻ ആണ്. പക്ഷെ വ്യത്യാസം സീലിയ ഉണ്ടെങ്കിലാണ് സീലിയേറ്റ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. പക്ഷേ സെക്രീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നിർവഹിക്കുമ്പോഴാണ് അതിനെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം ഓർത്തിരിക്കുന്നത്. സോ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം മീൻസ് when columnar or cuboidal cells get specified for the function of secretion, then they are called as glandular epithelium. ഇനി ആ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം രണ്ട് തരത്തിലുണ്ട്. There are 2 types of glandular epithelium. ഏതൊക്കെയാണ്? യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. അതിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിസെല്ലുലാർ ഗ്ലാൻസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻസും ഉണ്ട്. രണ്ടു തരം ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഉണ്ട്. ഒന്ന് യൂണിസെല്ലുലാർ, മറ്റൊന്ന് മൾട്ടി സെല്ലുലാർ. അതിൽ ഒന്നാമത്തേതാണ് യൂണിസെല്ലുലാർ ഗ്ലാൻസ്. ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽസ്. ഒറ്റയ്ക്ക് വരുന്ന സെല്ലുകൾ മാത്രം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്. പേരിൽ തന്നെ ഉണ്ട് യൂണിസെല്ലുലാർ, ഒറ്റ സെല്ല് മാത്രമുള്ള ഗ്ലാൻസ്. ഒരു സെല്ല് ഗ്ലാൻഡായി ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറയും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽസ്. അതിന് എക്സാമ്പിളാണ് ഗോബ്ലറ്റ് സെൽസ് ഓഫ് ദി അലിമെന്ററി കനാൽ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അലിമെന്ററി കനാൽ, നമ്മുടെ അന്നനാളത്തിനുള്ളിൽ അതിന്റെ ഭിത്തിയിൽ, സ്റ്റൊമക്കിന്റെ ഒക്കെ ഭിത്തിയിൽ കാണുന്ന ഗോബ്ലറ്റ് സെൽസ് ആണ് അതിന് എക്സാമ്പിൾ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഈ ഒരു യൂണിസെല്ലുലാർ ഗ്ലാൻഡിന്റെ പേര്. ഗോബ്ലറ്റ് സെൽസ് ഓഫ് അലിമെന്ററി കനാൽ. ഇനി ആ ചിത്രം നോക്കി. ആ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാം ഐസൊലേറ്റഡ് യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സ്. അതിൻ്റെ അകത്ത് ഒരു ഗ്ലാൻഡുലാർ സെൽസിന്റെ പാർട്ട് കാണാം. അവ ഒറ്റ സെല്ലാണ് അവിടെ ഈ യൂണിസെല്ലുലാർ ഗ്ലാൻഡായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ ഇരുവശത്തും കാണുന്ന കുറേ സെല്ലുകളുടെ 2 അറകൾ കാണുന്നുണ്ട്. ആ അറകളുടെ നടുക്കൂടെ ഒരു സെല്ല് മാത്രം. എങ്ങനെയുള്ള സെല്ലാണ് നോക്കുക? അത് നീളത്തിലുള്ള സെല്ലാണ്. അപ്പോൾ എന്ത് തരത്തിലായിരിക്കും അത്? കോളം ലൈക്ക് സെൽസ് ആണ് അല്ലേ, കൊളുമിനാർ സെൽസ് ആണ്. ആ ചിത്രം നിങ്ങൾ നോക്കിയാൽ അങ്ങനെയുള്ള ഒരു സെല്ല്, ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. ഈ നീളത്തിൽ കാണുന്ന നടുക്കൂടെ കാണുന്ന ആ ഒരു സെല്ല്, ആ സെല്ല് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഗ്ലാൻഡായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗോബ്ലറ്റ് സെൽസ് ആണ്. അപ്പോൾ ഗോബ്ലറ്റ് സെൽസ് എന്ന് പറയുന്നത് അലിമെന്ററി കനാലിന്റെ ഗോബ്ലറ്റ് സെൽസ് ആണ് യൂണിസെല്ലുലാർ ഗ്ലാൻഡിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതാണ് യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സും ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ്. എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ്സ്. അതിന് വലതുവശത്ത് കാണുന്നതാണ് ഈ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡിന്റെ പ്രത്യേകത ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അവിടെ നോക്കി, ആ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. അകത്ത് കാണുന്ന സ്പേസിന്റെ ചുറ്റുമായി ധാരാളം സെല്ലുകൾ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്ത് കാണുന്നു. അങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് ഒരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ ശരിക്കും കൊളുമിനാർ എപ്പിത്തീലിയത്തിനോ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിനോ സെക്രീഷന് വേണ്ടി മോഡിഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ശരിക്കും ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയും. അത് 2 തരത്തിലുണ്ട്, യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സും മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സും. അതിൽ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഐസൊലേറ്റഡ് സെൽസ് ആണ്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് സെൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. യൂണിസെല്ലുലാർ ഗ്ലാൻഡിന്റെ എക്സാമ്പിളാണ് ഗോബ്ലറ്റ് സെൽസ് ഓഫ് അലിമെന്ററി കനാൽ. എന്നാൽ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡിന്റെ എക്സാമ്പിളാണ് സലൈവറി ഗ്ലാൻഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇതെല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരുന്നു നമ്മൾ പഠിച്ചു വെക്കണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത് ഒരു ചെറിയ കാര്യം കൂടി അതിനകത്ത് ഇനി ഉള്ളൂ. അതും കൂടെ പഠിച്ചിട്ട് നിങ്ങളുടെ ഇതിലേക്ക് പോരാം. ഒന്ന്, ഇനി നമ്മൾ എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും കൂടെ പഠിക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഓൺ ദ ബേസ് ഓഫ് മോഡ് ഓഫ് പോറിംഗ് ദെയർ സെക്രീഷൻസ് ഗ്ലാൻഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അതായത് ഒരു ഗ്ലാൻഡ് അതിൽ നിന്നുണ്ടാകുന്ന സെക്രീഷൻ, അതിൽ നിന്നുണ്ടാകുന്ന സ്രവം എങ്ങനെയാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇപ്പം നമ്മൾ സലൈവറി ഗ്ലാൻഡ് എങ്ങനെയാണ് അതിൻ്റെ സ്രവം പുറത്തേക്ക് ഒഴുകുന്നത്, അല്ലെങ്കിൽ അകത്തുള്ള സ്റ്റൊമക്ക് അതിനകത്തുള്ള ഗ്ലാൻസിന്റെ സ്രവം എങ്ങനെയാണ്, ലിവർ ഒരു ഗ്ലാൻഡാണ്, അതെങ്ങനെയാണ് അതിൻ്റെ സ്രവം പുറത്തേക്ക് ഒഴുകുന്നത്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ കഴുത്തിലുള്ള ഗ്ലാൻഡാണ്, അതെങ്ങനെയാണ് അതിൻ്റെ സ്രവം പുറത്തേക്ക് വിടുന്നത്, അതിൻ്റെ സെക്രീഷൻ എങ്ങനെയാണ് പുറത്തേക്ക് വിടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്ലാൻഡും എങ്ങനെയാണ് അതിൻ്റെ സെക്രീഷൻ പോർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലാൻസിനെ നമ്മൾ 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് എക്സോക്രൈൻ ഗ്ലാൻഡും മറ്റൊന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും.
രണ്ട് തരം ഗ്ലാൻസ് ആണ്, എക്സോക്രൈൻ ഗ്ലാൻസും എൻഡോക്രൈൻ. ഇപ്പോൾ നമ്മൾ യൂണിസെല്ലർ മൾട്ടിസെല്ലർ ഗ്ലാൻഡ് പറഞ്ഞു, അത് നമ്പർ ഓഫ് സെൽസിന്റെ അടിസ്ഥാനത്തിലാണ്. എക്സോക്രൈൻ എൻഡോക്രൈൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോറിംഗ് സെക്രീഷൻ ആണ്. മറ്റേത് നമ്പർ ഓഫ് സെൽസിന്റെ അടിസ്ഥാനത്തിൽ യൂണിസെല്ലർ മൾട്ടിസെല്ലർ ഗ്ലാൻസ്. അതുപോലെ എങ്ങനെയാണ് സെക്രീഷൻ സ്രവിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലാൻസ് രണ്ട് തരത്തിലാണ്, ഒന്ന് എക്സോക്രൈൻ, മറ്റൊന്ന് എൻഡോക്രൈൻ ഗ്ലാൻസ്. അതിലൊന്നാമതാണ് എക്സോക്രൈൻ ഗ്ലാൻസ്. ഒന്നും സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ഗ്ലാൻസ് സെക്രീറ്റ് മ്യൂക്കസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൂക്കിനകത്തുള്ള ദ്രവം, മ്യൂക്കള എന്നൊക്കെ നമ്മൾ പറയുന്നത് മ്യൂക്കസ്, അല്ലെങ്കിൽ സലൈവ ഗ്ലാൻഡിൽ നിന്ന് സലൈവ, നമ്മുടെ വായ്ക്കുള്ളിൽ സലൈവ, ഇയർ വാക്സ്, ചെവിക്കുള്ളിൽ ചെവിക്കായം നമ്മൾ പറഞ്ഞില്ല, ഇയർ വാക്സ്. പിന്നെ ഓയിൽ, നമ്മുടെ ശരീരത്തിൽ നിരവധി ഓയിലുകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈ വിയർപ്പിന്റെ കൂട്ടത്തിൽ സ്വെറ്റ് ഗ്ലാൻസിൽ നിന്ന് വരുന്ന ദ്രാവകങ്ങളുണ്ട്. പിന്നെ സെബേഷ്യസ് ഗ്ലാൻസ്, സ്നേഹദ്രവം എന്നൊക്കെ പറയുന്നത് ഓയിൽ ഗ്ലാൻസ് ആണ്. പിന്നെ മിൽക്ക്, മാമറി ഗ്ലാൻസ് മിൽക്ക് സെക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈജസ്റ്റീവ് എൻസൈംസ്, നമ്മുടെ ശരീരത്തിലെ ദഹന രസങ്ങൾ, ദഹന എൻസൈമുകൾ, രാസാഗ്നികൾ, ഡൈജസ്റ്റീവ് എൻസൈംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ അല്ലേ. സലിവറി അമിലേസ് ഉണ്ട്, അല്ലെങ്കിൽ പെപ്സിൻ ഉണ്ട്, റെനിൻ ഉണ്ട്, അമിലേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ അല്ലേ. ഇങ്ങനെയുള്ള എൻസൈമുകൾ, ഡൈജസ്റ്റീവ് എൻസൈംസ് ആൻഡ് അതർ സെൽ പ്രൊഡക്റ്റ്, മറ്റേതെങ്കിലും സെൽ പ്രൊഡക്ഷൻ അവയെല്ലാം തന്നെ എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്. അതായത് എല്ലാ ഇത്തരം സെക്രീഷനുകളെല്ലാം വരുന്നത് മ്യൂക്കസ്, സലൈവ, ഇയർ വാക്സ്, ഓയിൽ, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈംസ്, ഇവയൊക്കെയാണ് എക്സോക്രൈൻ ഗ്ലാൻസിന് സെക്രീഷൻ ആയിട്ട് വരുന്നത്. ദീസ് പ്രോഡക്ട്സ് ആർ റിലീസ്ഡ് ത്രൂ ഡക്ട്സ് ഓർ ട്യൂബ്സ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനെ നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ പ്രത്യേകതയാണ് ദീസ് ആർ റിലീസ്ഡ് ത്രൂ ദെയർ ഡക്ട്സ്. ഇവയ്ക്കെല്ലാം ഒരു കുഴലുണ്ടാവും. ആ കുഴലിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായല്ലോ. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിന്റെ സ്രവം എന്താണ്? സലൈവയാണ്. അതെവിടെയാണ് പ്രവർത്തിക്കുന്നത്? അത് നമ്മുടെ ബക്കൽ ക്യാവിറ്റിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൗത്തിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ മാത്രമേ അത് പ്രവർത്തിക്കാൻ പറ്റൂ, വേറെ അങ്ങോട്ടും കൊണ്ടുപോകത്തില്ല. അതിന്റെ ഡക്റ്റ് അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അതിനൊരു ക്യാവിറ്റിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ സലൈവറി ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷനായ സലൈവ നേരെ നമ്മുടെ വായിൽ കണക്ട് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കുന്നു, നമ്മൾ വേറെ ഗ്ലാൻഡ്, ഇപ്പം ലിവറിന്റെ സെക്രീഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബൈലാണ് അല്ലെ, പിത്തരസം. അതെങ്ങോട്ടാണ് വരുന്നത്? നേരെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. അവിടെയാണ് ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമേ ഇരിക്കുള്ളൂ, വേറെ എവിടെയോട്ടും പോയില്ല. അവിടുന്ന് വരുന്ന എവിടെയാണോ ശേഖരിച്ച് വെക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ ഫംഗ്ഷൻ ചെയ്യേണ്ടത് അവിടെ മാത്രം ഉത്പാദിപ്പിക്കും. ശരീരത്തിൽ എല്ലായിടത്തും അത് പോകത്തില്ല. ഇപ്പം നമ്മൾ ടിയർ ഗ്ലാൻസ് അല്ലെ, കണ്ണുനീർ ഗ്രന്ഥി, അതെവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? കണ്ണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇയർ വാക്സ്, അതെവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ചെവിക്കുള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മ്യൂക്കസ്, മൂക്കിനകത്തെ മ്യൂക്കസ് ആണെങ്കിൽ അത് അവിടെ മാത്രം, അല്ലെ അകത്തുള്ള മ്യൂക്കസ് ആണെങ്കിൽ നമ്മുടെ ഗ്ലാൻസിനകത്തുള്ള മ്യൂക്കസ് ആണെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ, വേറൊരു സ്ഥലത്തും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് കാരണം അതിനൊരു ഡക്റ്റ് ഉള്ളതാണ്, അല്ലെങ്കിൽ ട്യൂബ് ഉണ്ടാവും, ഒരു നാളം ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് മാമറി ഗ്ലാൻസ്, മിൽക്ക് സെക്രീഷൻ. മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാമറി ഗ്ലാൻസ് ആണ്, പാൽഗ്രന്ഥികളാണ്. അതാണ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. മാമറി ഗ്ലാൻസ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? അവിടെ മാത്രം. മാമറി ഗ്ലാൻസ് കാണുന്ന ഭാഗത്ത് മാത്രമേ അതിന് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുള്ളൂ, ഏതൊരു ജീവിയിലായാലും. അപ്പോൾ അതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഗ്ലാൻസെയാണ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോക്രൈൻ ഗ്ലാൻസ് ആർ സെക്രീറ്റിംഗ് എന്തൊക്കെയാണ്? മ്യൂക്കസ് ഉണ്ട്, സലൈവയുണ്ട്, ഇയർ വാക്സ് ഉണ്ട്, ഓയിലുണ്ട്, മിൽക്കുണ്ട്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഇനി അതിന്റെ പ്രത്യേകമാണ് ദേ ഹാവ് ഡക്ട്സ് അല്ലെങ്കിൽ ട്യൂബ്സ്. ഡക്ട് അല്ലെങ്കിൽ ട്യൂബ് ഉണ്ടാവും, ഒരു നാളം ഉണ്ടാവും, ഒരു ട്യൂബ് ഉണ്ടാവും. ഇനി എക്സാമ്പിളാണ് മാമറി ഗ്ലാൻസ്. എന്നാൽ എൻഡോക്രൈൻ ഗ്ലാൻസ് അങ്ങനെയല്ല. എൻഡോക്രൈൻ ഗ്ലാൻസ് their secretions are called hormones. എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ സെക്രീഷനെയാണ് നമ്മൾ ഹോർമോൺസ്. മറ്റേത് ഒരുപാടുണ്ട്, മ്യൂക്കസ് ഉണ്ട്, സലൈവയുണ്ട്, ഇയർ വാക്സ് ഉണ്ട്, ഓയിൽ ഉണ്ട്, അതെല്ലാം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കാണുന്നതാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് അങ്ങനെയല്ല. their secretions are called hormones. എൻഡോക്രൈൻ ഗ്ലാൻസ് ഒരു തരത്തിലുള്ള സെക്രീഷൻ മാത്രമേ ഉള്ളൂ, അവയാണ് നമ്മൾ ഹോർമോൺസ്. 10ാം ക്ലാസ് നിങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട് ഹോർമോൺ ഗ്ലാൻസിനെ കുറിച്ച്, അല്ലെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച്. അന്തസ്രാവ ഗ്രന്ഥികൾ എന്ന് മലയാളത്തിൽ പറയും. The secretion of these glands are called hormones. എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ സെക്രീഷനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി they do not have ducts. അവയ്ക്ക് ഡക്റ്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ദ ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ഫ്ലൂയിഡ് ഓർ ബ്ലഡ്. ഹെൻസ് ദീസ് ഗ്ലാൻസ് ആർ കോൾഡ് ഡക്റ്റിലസ് ഗ്ലാൻസ്. ഇവയെ നമ്മൾ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റിലസ് ഗ്ലാൻസ് എന്നാണ് പറയുന്നത്. കാരണം എന്താ? അവയ്ക്ക് പ്രത്യേക നാളങ്ങളില്ല. ഈ ഹോർമോൺസ് അതുകൊണ്ട് ഇപ്പം നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ നിങ്ങൾ പഠിച്ചല്ലോ. ഈ തൈറോക്സിൻ ഒരിക്കലും ഇവിടെ കഴുത്തിലല്ല പ്രവർത്തിക്കുന്നത്, അത് നേരെ ബ്ലഡിലേക്ക് പോയിട്ട് ബ്ലഡാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. എവിടെയാണോ അതിനെ ഫംഗ്ഷൻ വരേണ്ടത് അവിടെ എത്തിച്ചോളും ബ്ലഡ്. അതാണ് ഇതിനെ ശരിക്കും എന്ന് പറയുന്നത് ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിന് ഡക്റ്റില്ല, നാളമില്ല, ട്യൂബില്ല. പകരം അത് ബ്ലഡിലേക്ക് കടന്ന് ബ്ലഡാണ് അതിനെ എല്ലായിടത്തും എത്തിക്കുക. ഏത് ഹോർമോൺ ആയാലും. ഈ തൈറോക്സിൻ മാത്രമല്ല, ഇപ്പൊ പിറ്റ്യൂട്ടറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വളർച്ചാ ഹോർമോൺ. വളർച്ചാ ഹോർമോൺ തലയ്ക്കകത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കേണ്ടതല്ല, ശരീരം മുഴുവനാണ് വളർച്ച കിട്ടേണ്ടത്. അത് എല്ലായിടത്തും ആവശ്യമുണ്ട്. അപ്പോൾ ആ ഹോർമോണിനെ എത്തിച്ചു കൊടുക്കാൻ എന്തിനു പറ്റും? ബ്ലഡിന് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാൻസിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ their secretions are called hormones, and these hormones are secreted into the body fluid or blood, and blood carried to the all over the body, and these glands are called ductless glands. അവയാണ്
നാളീഗ്രഹിത ഗ്രന്ഥികൾ. അപ്പോൾ ഈ എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡും തമ്മിലൊരു വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും? എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവയുടെ സെക്രീഷനാണ് മ്യൂക്കസും സലൈവയും അങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് മാത്രമല്ല ദേ ആർ ഗ്ലാൻഡ്സ് വിത്ത് ഡക്ട്സ് ഓർ ട്യൂബ്സ്, എക്സാമ്പിൾ മാമറി ഗ്ലാൻഡ്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണെങ്കിലോ their secretions are called hormones and they have ducts. Sorry, they are ductless glands. Their secretions are carried by blood. Example ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് മാത്രമല്ല ഒരുപാട് ഗ്ലാൻഡ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം. അതായത് ഒന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ടിഷ്യൂ, പിന്നെ നമ്മൾ 4 തരം ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതൊന്നുകൂടെ ഓർമ്മയുണ്ടല്ലോ. ഏതൊക്കെയാണ് 4 തരം ആനിമൽ ടിഷ്യൂസ്? ആനിമൽ ടിഷ്യൂസ് പറയുന്നത് ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ ആവരണ കല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കവർ ദ ലൈനിങ് ഓഫ് ഓർഗൻസ്, ഇന്റേണൽ ലൈനിങ്, എക്സ്റ്റേണൽ ലൈനിങ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ആ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ നമ്മൾ 2ആയി തരംതിരിച്ചെന്ന് പറഞ്ഞു, സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. അതിൽ സിമ്പിൾ എപ്പിത്തീലിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഒരു ലെയറേ ഉള്ളൂ, കോമ്പൗണ്ട് എപ്പിത്തീലിയം മൾട്ടി ലെയർ ആണെന്ന് പറഞ്ഞു. ഇനി സിമ്പിൾ എപ്പിത്തീലിയത്തിനെ വീണ്ടും നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം, മറ്റൊന്ന് ക്യൂബോയിഡൽ എപ്പിത്തീലിയം, മറ്റൊന്ന് കൊളുമിനാർ എപ്പിത്തീലിയം. അതിൽ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇറഗുലർ സെൽസ് വിത്ത് ഫ്ലാറ്റ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. അത് കാണുന്നത് എവിടെയാണ്? വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ് ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ. രണ്ടാമത് നമ്മൾ പഠിച്ചത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ക്യൂബിലേക്ക് സെൽസ് ആണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ക്യൂബിലേക്ക് സെൽസ് ആണ്. അത് കാണുന്നത് എവിടേക്കാണ്? ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ആണ്. മറ്റൊന്ന് അതിന്റെ ഫംഗ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് കൊളുമിനാർ എപ്പിത്തീലിയം ആണ്. കൊളുമിനാർ എപ്പിത്തീലിയം ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ്. അത് കാണുന്നത് എവിടെയാണ്? അത് കാണുന്നത് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈനിലാണ്, വാൾസ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ. ഇനി മറ്റൊന്നോ അതിന്റെ ഫംഗ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. ഇനി ഈ കൊളുമിനാർ എപ്പിത്തീലിയത്തെ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിനോ ഔട്ടർ സർഫസിൽ സീലിയ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു മൂവ് പാർട്ടിക്കിൾസ് ആണ്. അത് കാണുന്ന 2 സ്ഥലമാണ് ബ്രോങ്കിയോൾസും ഫാലോപ്പിൻ ട്യൂബും. ആ സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഗ്ലാൻഡുലർ എപ്പിത്തീലിയം. ഗ്ലാൻഡുലർ എപ്പിത്തീലിയം കൊളുമിനാർ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. പക്ഷേ ദർ ഫംഗ്ഷൻ സെക്രീഷൻ. സെക്രീഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലാൻഡുലർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ആ ഗ്ലാൻഡുലർ എപ്പിത്തീലിയം നമ്പർ ഓഫ് സെൽസിന്റെ അടിസ്ഥാനത്തിൽ 2 തരത്തിലുണ്ട്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. യൂണിസെല്ലുലാർ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ that constitute single isolated cell. എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഗോബ്ലറ്റ് സെൽസ്. ഇനി മൾട്ടിസെല്ലുലാർ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ that constitute ക്ലസ്റ്റർ ഓഫ് സെൽസ്, ഒരു കൂട്ടം സെല്ലുകൾ ചേരുന്നതാണ് മൾട്ടിസെല്ലുലാർ ഗ്ലാൻസ്. എക്സാമ്പിൾ ആണ് സലറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോറിംഗ് സെക്രീഷൻ, ഏത് തരം സെക്രീഷൻ ആണ് പോർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലാൻസ് ആർ 2 types, എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ്. എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് ദേ സെക്രീറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ? ഏതൊക്കെയാണ്? സലൈവ ആകാം, മ്യൂക്കസ് ആകാം, ഇയർ വാക്സ് ആകാം, ഓയിൽസ് ആകാം, ഡൈജസ്റ്റീവ് എൻസൈംസ് ആകാം. അതെല്ലാം എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്. പക്ഷേ ദേ ആർ ഗ്ലാൻസ് വിത്ത് ഡക്ട്സ് ഓർ ട്യൂബ്സ്. അവയ്ക്കൊരു ഡക്ട്സ് ഉണ്ടാവും. എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് മാമറി ഗ്ലാൻഡ് ഉണ്ട്, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റൊമക്കിലെ ഗ്ലാൻസ് ഉണ്ട്, ഗാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്, ലിവർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ദ ഗ്ലാൻസ് വിത്തൗട്ട് ഡക്ട്സ് ആണ് ആൻഡ് ദെയർ സെക്രീഷൻസ് ആർ കോൾഡ് ഹോർമോൺസ്. എക്സാമ്പിൾ ആണ് തൈറോയ്ഡ് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ സെക്രീഷൻ ക്യാരി ചെയ്യുന്നത് എവിടെയാണ്? ത്രൂ ബ്ലഡ് ആണ്. ഇത് നമ്മൾ വീണ്ടും ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും വിശദമായി പഠിക്കാനുണ്ട്. അതുപോലെ എക്സോക്രൈൻ ഗ്ലാൻസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ നമുക്ക് ഒരു ചാപ്റ്ററിൽ വിശദമായി പിന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ വലിയ പ്രാധാന്യം ഇല്ല. നമുക്ക് പിന്നീട് അത് കുറച്ചും കൂടി വിശദമായി പഠിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നിങ്ങൾ എന്തൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ ഒന്ന് ചെറുതായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാം.